എനിക്ക് ഒരു ലക്ഷ്യമില്ല, ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ല, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല, അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലാതെ ഇങ്ങനെ പുകട്ട് നടക്കുകയാണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. കുറച്ച് സിമ്പിൾ ആണെങ്കിലും കുറച്ച് പണിയെടുക്കാണ്ടോ. ഒരു പണിയെടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു 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 1-2 മാസമൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വലിയ ഇടവില്ലാതെ, ചെറിയ വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ്, അതില്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം ഒരു ഒരു പണിയെടുക്കുകയാണെങ്കിൽ, കുറച്ച് ചെറിയ ചെറിയ പണി, കുറേ ഒന്നും സമയമാണ്, ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പുകട്ട് നടക്കുക എന്നുള്ള ആ സംഭവത്തിന് വലിയൊരു മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവും. ഒറ്റ കാര്യം ചെയ്യാം. നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. 10 വർഷം, ഇന്ന് മുതലാണ്ട് 10 വർഷം, ഏകദേശം ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ 3650 ദിവസം ഉണ്ടാവും ഏകദേശം. അപ്പൊ ആ ഡേറ്റിൽ വെച്ചിട്ട് ഇന്ന് ചെയ്യേണ്ട പരിപാടിയുണ്ടോ, ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന അന്ന് നിങ്ങൾ ഒരു പുസ്തകം എടുത്ത് അല്ലെങ്കിൽ നോട്ട് പാഡോ മൊബൈലിൽ നോട്ട് പാഡോ ഒക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതായത് ഒരു 10 വർഷത്തിനപ്പുറം എന്താണ്, നിങ്ങളൊരു മനോഹരമായൊരു വീട് വെച്ചിട്ട് അതിന്റെ കുടിരിക്കൽ എന്നൊക്കെ പറയല്ലോ നമ്മള്, ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അത് നോട്ടിൽ കുറിച്ച് വെക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിനെ ആരൊക്കെ ക്ഷണിക്കണം, ആരൊക്കെ വിളിക്കണം, എന്തൊക്കെ പരിപാടികൾ ഉണ്ടാവും എന്നതിനെ കുറിച്ചൊക്കെ അന്ന് അതിലാലോചിച്ചിട്ട് 2-ാമത്തെ ദിവസം അതിൽ ആരൊക്കെ ക്ഷണിക്കണം, അന്നത്തെ പ്രോഗ്രാം എന്തൊക്കെ ഉണ്ടാവും അതിനെ കുറിച്ചൊക്കെ എഴുതുക. അപ്പൊ കുറച്ച് നമ്മൾ 2-ാമത്തെ ദിവസം 1-ാമത്തെ ദിവസം അതിനെക്കുറിച്ച് ആലോചിച്ച് 2-ാമത്തെ ദിവസം ആലോചിച്ചു. പിന്നെ അങ്ങനെ ഒരു 2 മാസം പുറത്ത് അതിന്റെ ഹൗസ് വാമിങ് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുടുംബങ്ങളൊക്കെ ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ അത് നോട്ടിൽ എഴുതിക്കുക. അങ്ങനെ എന്താവുക, അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 3-ാമത്തെ ദിവസം ചെയ്ത ഒരു 4-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഹൗസ് വാമിങ്ങൊക്കെ തീരുമാനിക്കുന്നതിന് വീടിന്റെ വാർപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ വീടിന്റെ തേപ്പിനെ കുറിച്ച്, അതൊക്കെ നമ്മൾ തേപ്പ് ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലെ തേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് അടിക്കുക എന്നീ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അങ്ങനെ ഒരു 5 വർഷം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ്, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെ ഇത് നടപ്പിലാക്കുമ്പോൾ അതിനെ കുറിച്ച് പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലക്ഷ്യമാണ് കാണുന്നത്, അതിലേക്കുള്ള വഴികൾ നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. അത് ലക്ഷ്യം കണ്ടിട്ട് പിന്നെ നമ്മൾ വഴി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കാണാം. എന്നിട്ട് പിന്നെ അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര സംശയക്കാരം, എങ്ങനെ ഇത് നടക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ വലിയ ആശങ്കയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ആശങ്കകളൊക്കെ മാറിയിട്ട് നമ്മൾ ആ ലക്ഷ്യത്തെ മനോഹരമായ, നമുക്ക് സ്വന്തമായിട്ട് മനോഹരമായിട്ടൊരു വീട്, അതിന് വലിയൊരു മനോഹരമായ കാർ പോർച്ച്, അതിൽ നല്ലൊരു കാറ്, നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി എല്ലാവരോടും സന്തോഷത്തോടെ നമ്മൾ വരവേൽക്കുന്നു, സ്വീകരിച്ചിരുത്തുന്നു. എല്ലാവർക്കും ആ സന്തോഷദായകമായ മുഹൂർത്തം നമ്മൾ കാണുന്നു. അത് നമ്മൾ നോട്ടിൽ നമ്മളെ ഇതിൽ പകർത്തുന്നു, എഴുതി വെക്കുന്നു. നമ്മൾ നോട്ട് പാഡിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുന്നു. അങ്ങനെയൊക്കെ ഒരു 5 വർഷം അപ്പുറത്തായി. പിന്നെ അടുത്തത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മൾ അതിന്റെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ തറക്കല്ലിടൽ വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സ് പൂർണ്ണമായിട്ടും ഒരു ഘട്ടം ഘട്ടമായിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അതിലേക്ക് എത്തും. ഇങ്ങനെ കൗണ്ട് ഡൗൺ നടത്തിയിട്ട് ഫസ്റ്റ് ഹൗസ് വാമിങ് ചെയ്തിട്ട് 1-ാമത്തെ പേജിൽ പിന്നെ ഇങ്ങനെ പോന്ന് കുറ്റി ഇറക്കണം, അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏകദേശം 2 മാസം ഇത് നമ്മൾ പൂർണ്ണമായിട്ട് 2 മാസം ഒരേ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര ആഗ്രഹവും ഒരു ഭയങ്കര വാശിയൊക്കെ വരുന്ന മാതിരി തോന്നും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഉള്ള സാലറിയെ കുറിച്ചും സാലറി ഇത് തികയില്ല എന്ന് മനസ്സിലാക്കും, അതിന് വേണ്ടിയിട്ട് ഇത് തികയില്ല എന്ന് മനസ്സിലാക്കും. നമ്മൾ പുതിയ വഴികളെ കുറിച്ച്, പുതിയ സമ്പാദിക്കുന്നതിനെ കുറിച്ച്, പുതിയ മാർഗങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്, സ്വാഭാവികമായിട്ട് നമ്മളെ ലൈഫ് ഈ ലെവലിൽ നിന്ന് ഉയരും. നമ്മളിപ്പോൾ ഒരു നോർമൽ ലൈഫിൽ ഇങ്ങനെ പോകാനുള്ള കാരണം നമ്മളൊരു സേഫ് സോണിലായതുകൊണ്ടാണ്. നമുക്ക് വലിയ ലക്ഷ്യങ്ങളില്ല, വലിയ ആഗ്രഹങ്ങളില്ല. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ലൈഫിൽ അന്നാന്ന് ചെലവഴിക്കുന്ന ഒരു അവസ്ഥയില്ല. അല്ലെങ്കിൽ സാലറിയാണ് ഒരു 1-ാം തീയതി സാലറി കിട്ടി, 20-ാം തീയതി ആകുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞു, ബാക്കിയുള്ള 10 ദിവസം കടം വാങ്ങേണ്ട ഒരു അവസ്ഥ. എന്നിട്ട് 1-ാം തീയതി സാലറി കിട്ടിയിട്ട് വീണ്ടും ആ കടം വീട്ടിയിട്ട് ബാക്കി പോകേണ്ട അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ, കുറച്ച് ചെറിയ റിസ്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് സ്വാഭാവികമായിട്ട് നമ്മളെ മൈൻഡ് ഒരു പോസിറ്റീവ്, ഒരു ലക്ഷ്യം എന്നതിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ഒരു 2 മാസം ഇതിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമാണ് നമ്മളെ മനസ്സൊരു പോസിറ്റീവ്
പോസിറ്റീവ്നെസ് ഒരേ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യത്യസ്ത മേഖല അത് നേടിയെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഈ പൗലോഗോല പറഞ്ഞ പോലെ നമ്മൾ തീവ്രമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ 2 മാസം തീവ്രമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ തീവ്രത ഇങ്ങനെ കൂട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുന്നിൽ വരും. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.